എന്താ ജോസഫേ വിശേഷം? ഈ തെരുവിൽ ഒരു കുംഭസാരം നടക്കാൻ പോകുന്നു. എനിക്ക് തോന്നുന്നു തൊപ്പി ഇപ്പൊ ഒരു 1 ഇയർ 2 ഇയറിൽ ഇപ്പോഴാണ് വീണ്ടും ഒരു ഇന്റർവ്യൂ കൊടുക്കണതല്ലേ? എന്തുകൊണ്ടാണ് ഇന്റർവ്യൂസ് മടുത്തു തുടങ്ങിയത്? എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. സോഷ്യൽ മീഡിയയിൽ വന്നതിന് ശേഷം മടുത്തു തുടങ്ങാൻ മാത്രം അത്രയും ഇന്റർവ്യൂസ് ഞാൻ കൊടുത്തില്ല. ആകെ 2-3 ഇന്റർവ്യൂ കൊടുത്തുള്ളൂ. ഇത് എന്റെ 3-ാമത്തെയോ 4-ാമത്തെയോ ഇന്റർവ്യൂ ആണ്. തൊപ്പി മുന്നത്തെ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, തൊപ്പി ആണെങ്കിൽ ഭയങ്കര സോഷ്യൽ ആൻസൈറ്റി ഉള്ള ഒരു റൂമിൽ നിന്ന് പുറത്തിറങ്ങാണ്ടിരുന്ന ഒരാളാണെന്ന്. അതെന്തിനാടാ പന്നി ഇപ്പൊ പറഞ്ഞത്? നിന്റെ കയ്യിലിരിപ്പതായിരുന്നല്ലോ. പറഞ്ഞാൽ ഇപ്പോഴും സോഷ്യൽ ആൻസൈറ്റി എന്ന് പറഞ്ഞ സാധനം നമുക്കൊരിക്കലും നമ്മളെ ലൈഫിൽ നിന്ന് അങ്ങനെ വിട്ടു പോകുന്നില്ല. അപ്പം ഞാൻ പണ്ടുണ്ടായ അതേ മൈൻഡ് സെറ്റിൽ തന്നെ ഞാൻ ഇപ്പോഴും ഉള്ളത്. ഈ പഴയ അലവലായത്തരൊക്കെ ഇപ്പോഴും കൂടെ കൊണ്ടു നടക്കല്ലേ? എന്ത് ചെയ്യാനാ, അതെന്റെ തൊലിയുമായിട്ട് ഇഴുകി ചേർന്ന് പോയി. അടുത്ത ലൈഫിൽ ഇപ്പൊ പണ്ട് തൊപ്പിയായിരുന്നു, ഇപ്പൊ നിഹാദാണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ആ തൊപ്പിയുടെ ആ ലൈഫിൽ തൊപ്പി ഏറ്റവും കൂടുതൽ മിസ് ചെയ്യണ കാര്യം എന്താണ്? മിസ് ചെയ്യുന്ന കാര്യമോ? ഞാൻ ഒരിക്കലും ഒന്നും മിസ് ചെയ്യുന്നില്ല. അങ്ങനെ പറഞ്ഞൂടാ. നിനക്ക് എങ്ങനെയാടാ ഇതെല്ലാം പറഞ്ഞ് ഇത്ര ഹാപ്പിയായിട്ട് ജീവിക്കാൻ പറഞ്ഞ? ഞാൻ ആ സമയത്ത് ചെയ്തത് എല്ലാം നല്ല മോശമായിരുന്നു. അതന്നത്തെ ചോരത്തിളപ്പിന് ഇപ്പൊ എന്ത് ചോര തണുത്തു പോയാ? തണുത്ത് മരവിച്ചു എന്ന് പറയുന്നതാവും ശരി. നല്ല കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യല്ല. നല്ല കാര്യങ്ങൾ എനിക്ക് ഒരെണ്ണം പോലും ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. സത്യം പറഞ്ഞ മടുത്തല. എല്ലാം വൃത്തിയായിട്ട പരിപാടി തന്നെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അത് ഞാൻ 100% അത് ഞാൻ അഡ്മിറ്റ് ചെയ്യും. കാരണം ഞാൻ ഒരിക്കലും ഓർക്കാൻ ആഗ്രഹിക്കാത്ത ഒരു കാലഘട്ടം. എനിക്ക് എന്തിന്റെ കേടായിരുന്നു? ഞാൻ കാരണം ചിലപ്പോൾ പറയാൻ പറ്റില്ല, എനിക്കറിയില്ല. ഞാൻ കാരണം എന്നെ പോലെ ആവാൻ നോക്കി നശിച്ചുപോയ പിള്ളേർ വരെ ചിലപ്പോൾ ഉണ്ടാവും. എനിക്ക് മെയിനായി പറയാനുള്ളത് ഒരിക്കലും അങ്ങനെയൊന്നും ആവരുതെന്നാണ് എൻ്റെ ആഗ്രഹം. അയ്യോ, തങ്കമായ മനുഷ്യനല്ലേ. ഇനി എപ്പോഴെങ്കിലും പഴയ തൊപ്പിയിലേക്ക് തിരിച്ചു പോവോ? ഒരിക്കലും അങ്ങനെ സംഭവിക്കരുതേ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ സന്തോഷം. പറയാൻ പറ്റില്ല. ലൈഫല്ലേ, എന്ത് എപ്പം സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. ലൈഫിൽ എന്തെങ്കിലും അടുത്തൊരു ട്രോമയോ അങ്ങനെ എന്തെങ്കിലും വന്ന് ഞാൻ ലൈഫ് മൊത്തം ഫക്ഡപ്പ് ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ ആ സ്റ്റേജിലേക്ക് പോകുമായിരിക്കും. എനിക്കൊരിക്കലും പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. മതി മതി, അധികം കോമഡി അടിച്ച് ക്ഷീണിക്കാതെ ലൈറ്റ് ഓഫ് ചെയ്ത് കിടന്ന് ഉറങ്ങാൻ നോക്ക്.